The Constitution of India defends the values, the tradition and the plurality of our country. നമ്മുടെ നാടിന്റെ ബഹുസ്വരതയും നമ്മുടെ നാടിന്റെ സംസ്കാരവും നമ്മുടെ നാടിന്റെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. If the language of Kerala, the language of Tamil Nadu, the language of Bengal is protected in India, it is protected by the Constitution of India. കേരളത്തിന്റെ ഭാഷ, തമിഴ്നാടിന്റെ ഭാഷ, ബംഗാളിന്റെ ഭാഷ ഇവയൊക്കെ സംരക്ഷിക്കപ്പെട്ടാൽ ആ സംരക്ഷിക്കപ്പെടുന്നതിനാണ് ഭരണഘടനയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. If the right to freedom, the right to liberty in this country is protected, it is protected by the Constitution of India. ജീവിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുന്നതാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഭരണഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ്. The right to decide which language you speak, which religion you profess, which tradition you want to follow is all protected by the Constitution of India. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കണം, ഏത് മതം സ്വീകരിക്കണം, ഏത് സംസ്കാരമായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യം ഇത് സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. Some time back, the Prime Minister of India decided that he is not a biological person. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹം ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു മനുഷ്യനല്ല എന്നുള്ളത്. He said everybody else is born from a mother and father and is biological, but he himself is unlike any other Indian. He is not biological. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങളും അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടായിട്ടാണ് അവർ ജനിക്കുന്നത്, അത് ജീവശാസ്ത്രപരമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇവരിൽ നിന്നെല്ലാം നമ്മുടെ എല്ലാ നാട്ടിലെ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തനാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. And before the elections, he viewed himself as the king of this country. ഇലക്ഷന് മുമ്പ് അദ്ദേഹം സ്വന്തമായി ധരിച്ചിരുന്നത് ഈ രാജ്യത്തിന്റെ രാജാവാണ് അദ്ദേഹം എന്നായിരുന്നു. And he said in an interview that I am not biological, I get direct direction from God. അദ്ദേഹം പറഞ്ഞു, ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ ജീവശാസ്ത്രപരമായിട്ട് ജനിച്ചതല്ല, എനിക്ക് ദൈവത്തിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. It's a strange God that he has. Narendra Modi's God tells him 24 hours a day to help Adani and Ambani. അതിശയകരമായിട്ടുള്ള ദൈവമാണ്. ആ ദൈവം നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹം അദാനിയെയും അംബാനിയെയും 24 മണിക്കൂർ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടാൽ അത് വിചിത്രമായിട്ടുള്ള കാര്യമാണ്. In the beginning of the election, the Prime Minister said, 400 par, we will change the Constitution of India. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു 400 സീറ്റിലധികം സീറ്റുകളുമായി ഞങ്ങൾ വരും, ഞങ്ങൾ ഭരണഘടന മാറ്റുമെന്ന്. One language, one leader was what he was saying. One election, one language, one leader. അദ്ദേഹം പറഞ്ഞു ഒരു ദേശം, ഒരു ഇലക്ഷൻ, ഒരു സംസ്കാരം, ഒരു നേതാവ്. And BJP people said they will change the Constitution. They will get 400 seats, they will tear the Constitution and throw it in the dustbin. ബിജെപിയെ ജനങ്ങൾ പറഞ്ഞു 400 സീറ്റിലധികം കിട്ടും, അവർ ഭരണഘടന മാറ്റിയിടും, ഭരണഘടന വലിച്ചു കീറും, അത് ഡസ്റ്റ്ബിനിൽ ഇടുമെന്നത് അവർ പറഞ്ഞു. This is the Constitution of India. ഇതാണ് ഇന്ത്യയുടെ ഭരണഘടന. The same man who said he will destroy the Constitution before the election, after the election, was doing this. അതേ മനുഷ്യൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭരണഘടന മാറ്റിയെന്നും പിച്ചുമെന്ന് പറഞ്ഞ അതേ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരണഘടനയ്ക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. The people of India explained to the Prime Minister of India that we will not allow you to touch the Constitution.
ഇന്ത്യയിലെ ജനങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഈ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്ക് ഭരണഘടനയെ ഒന്ന് തൊടാൻ പോലും സാധിക്കുകയില്ല എന്നുള്ള കാര്യം തെളിയിച്ചു കൊടുത്തു. And the Prime Minister, Mr. Narendra Modi, his image has been destroyed forever. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായം എന്നേക്കുമായി നശിച്ചു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. And it has been destroyed by the people of India. ഇന്ത്യയിലെ ജനങ്ങളാണ് ആ പ്രതിച്ഛായ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. He is lucky that he escaped defeat in Varanasi. അദ്ദേഹം ഭാഗ്യവാനാണ്. അദ്ദേഹം വാരാണസിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം ഭാഗ്യവാനാണ്. And the nation should understand, and the people should understand the message given to the Prime Minister of India by the people of Ayodhya. അയോധ്യയിലെ ജനങ്ങൾ നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏറ്റവും ശക്തമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ ജനങ്ങൾ നൽകിയത്. The entire politics of the BJP in the last 20 years has been based on Ayodhya. 20 കൊല്ലത്തെ BJP രാഷ്ട്രീയം ഒരേ ഒരു കാര്യം കേന്ദ്രീകരിച്ചാണ്, അയോധ്യ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചാണ്, ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടാണ്. And the BJP has been defeated and wiped out in Ayodhya. 20 കൊല്ലമായി ഏത് കാര്യം ഉപയോഗിച്ചാണോ ഇന്ത്യയിൽ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിച്ചത്, ആ അയോധ്യയിലെ ജനങ്ങൾ തന്നെ BJPയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. And the message to Mr. Narendra Modi from India Alliance is very clear. You touch the constitution and next time we will defeat you with double the victory. നരേന്ദ്രമോദിക്കുള്ള വ്യക്തമായ സന്ദേശമാണ്, ഭരണഘടനയെ തൊട്ട് കളിച്ചാൽ അടുത്തത് ദയനീയമായ പരാജയമായിരിക്കും. Not only has the constitution, not only has the country rejected the Prime Minister, it has also rejected their politics, their ideology and their vision. നരേന്ദ്രമോദിയെ മാത്രമല്ല അവരുടെ ആശയങ്ങളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും എല്ലാം ഈ രാജ്യം തിരസ്കരിച്ചിരിക്കുകയാണ് ഈ വിധിയിലൂടെ.